9 പേരടങ്ങുന്ന വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഹൈക്കേഴ്സ് സംഘം. അവർ വളരെ വിചിത്രമായിട്ടുള്ളൊരു എക്സ്പെഡീഷനായിട്ട് ഒരു മല കയറുവാനായിട്ട് പുറപ്പെടുകയാണ്. പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരെ തിരഞ്ഞ് ചെല്ലുന്ന സെർച്ച് പാർട്ടി ആകട്ടെ കാണുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചകളും. ടെൻറ്റിൻ്റെ അകത്ത് നിന്ന് കീറി പുറത്തേക്ക് കിടന്ന ഒരു കാഴ്ച. ടെൻറ്റിന് സമീപത്തായിട്ട് ഒരു മരത്തിന് ചുവട്ടിൽ 2 മൃതദേഹങ്ങൾ നഗ്നരായിട്ട് കിടക്കുന്നു. അവരുടെ ദേഹമാസകലം കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ആ മരത്തിൻ്റെ മുകളിലെ ചില്ലകളിൽ അവരുടെ ശരീരത്തിൻ്റെ വസ്ത്രങ്ങളും തൊലിയുടെ ഭാഗങ്ങളും കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. കുറച്ചങ്ങോട്ട് മാറി 3 മൃതദേഹങ്ങൾ ശരീരമാസകലം അടികളേറ്റുകൊണ്ട് തലയോട്ടിയെല്ലാം ചിന്നിച്ചിതറിയ നേരയിൽ വളരെ ആശ്ചര്യകരമായിട്ട് മറ്റൊരിടത്ത് കാണപ്പെടുന്നു. എന്നാൽ ബാക്കിയുള്ള 4 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അതിലേറെ അതിശയിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ മലമുകളിൽ മരിച്ചു വീണ അവരുടെ എല്ലാം ശരീരത്തിൽ റേഡിയോ ആക്ടിവിറ്റിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡൈറ്റ്ലോവ് ഇൻസിഡൻറ്റ് എന്നറിയപ്പെടുന്ന ലോകത്തെ തന്നെ ഞെട്ടിച്ച ആ കഥയുടെ ചുരുളുകളാണ് നാം ഇന്ന് ഇവിടെ അഴിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ലെഫിൻ രാജു. വെൽക്കം ടു ദി ലെഫിൻ സ്റ്റോറീസ്. ജനുവരി മാസം റഷ്യയിലെ യൂറൽസ് എന്ന് പറയുന്ന ഒരു പോളിടെക്നിക്കിൽ നിന്നും 9 അംഗ സംഘം ഒരു എക്സ്പെഡീഷനായിട്ട് യാത്ര പുറപ്പെടുകയാണ്. മലകൾ കയറുന്നതിലും പർവ്വതങ്ങൾ കീഴടക്കുന്നതിലും വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള 9 ഹൈക്കേഴ്സാണവർ. റഷ്യയിലെ യൂറൽസ് എന്ന സ്ഥലത്ത് നിന്ന് മാൻസി ട്രൈബ്സുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തു കൂടെ കടന്ന് യൂറൽസ് മലനിരകളിലേക്ക്, അതായത് ഡെത്ത് മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന ഒരു മലയിലേക്ക് പോകുവാനാണ് അവരുടെ ഉദ്യമം. ഏകദേശം 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണത്. എന്നാൽ വളരെ അമ്പരിപ്പിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. ഈ 9 അംഗ സംഘം യാത്ര പുറപ്പെടുന്നതിൻ്റെ അവസാന നിമിഷത്തിന് മുമ്പായിട്ട് ഈ കോളേജ് സ്റ്റുഡൻസിനേക്കാൾ വളരെ പ്രായക്കൂടുതലുള്ള, ഏകദേശം 15 വയസ്സോളം കൂടുതലുള്ള ഒരു പ്രായമുള്ള ഒരു വ്യക്തി ആ സംഘത്തിലേക്ക് ചേരുകയാണ്. യൂണിവേഴ്സിറ്റി വളരെ രഹസ്യമായിട്ട് അയാളെ ആ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. സെമിയോൻ സൊളാറ്റിയോവ്. അയാൾ ആരായിരുന്നു, അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതും ആർക്കും വ്യക്തമല്ല. 2ാം ലോക മഹായുദ്ധത്തിലൊരു വെറ്റേണായിരുന്നു അയാൾ, ഒരു പട്ടാളക്കാരനായിരുന്നു എന്നാണ് ഈ സ്റ്റുഡൻസിന് മനസ്സിലാകുന്നത്. എന്നാൽ അയാൾ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള KGBയുടെ അംഗമാണെന്നും ആളുകൾ പറയപ്പെടുന്നു. എന്തായാലും ഈ 8 വിദ്യാർത്ഥികളും ഇയാളും ഉൾപ്പെടുന്ന ഈ 9 അംഗ സംഘം എക്സ്പെഡീഷനായിട്ട് ജനുവരി മാസം 23-ാം തീയതി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്ത് അവർ ആ മലയുടെ അടിയിൽ എത്തിച്ചേരുന്നു. കോളാട്ട് സൈക്കിൾ എന്നറിയപ്പെടുന്ന, ഡെത്ത് മൗണ്ടൻ എന്നറിയപ്പെടുന്ന, റഷ്യയിലെ തന്നെ ആരും പോകാൻ മടിക്കുന്ന വളരെ നിഗൂഢതകൾ നിറഞ്ഞൊരു മലമ്പ്രദേശമാണത്. അതിൻ്റെ താഴ്വരയിൽ അവർ തലേദിവസം ടെൻ്റടിച്ച ശേഷം പിറ്റേ ദിവസം അവർ അവിടെ നിന്ന് ആ മല കയറുവാനായിട്ട് ആരംഭിക്കുകയാണ്. മല കയറുന്നതിന് മുമ്പ് ഓരോരുത്തരും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട്, നാട്ടിലുള്ള കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അതിനുശേഷം അവരെക്കുറിച്ച് യാതൊരു വിവരവും ആർക്കും ലഭിക്കുന്നില്ല. അതിനുശേഷം അവർ മിസ്സാകുന്നു. വളരെ നാളുകളായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാതെ വന്നപ്പോൾ ഇവരുടെ എല്ലാം കുടുംബാംഗങ്ങൾ വ്യത്യസ്തമായ ഗവൺമെൻറ് ഏജൻസികളെ സമീപിക്കുകയും ഇവരെ കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു സെർച്ച് പാർട്ടി അവരെ അന്വേഷിക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. ആ സംഘത്തിൽ ലോക്കലായിട്ടുള്ള മാൻസി ട്രൈബ്സിലെ ഹണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പട്ടാളക്കാരുണ്ട്, ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്, പോലീസുണ്ട്. ഇങ്ങനെ വലിയൊരു സെർച്ച് പാർട്ടി ആ ദുഷ്കരമായ മൗണ്ടെയ്ൻസ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന മൗണ്ടെയ്ൻസ് ക്ലൈംബ് ചെയ്ത് ഇവരെ കണ്ടെത്തുവാനുള്ള ദൗത്യത്തിലേക്ക് മുന്നേറുകയാണ്. എന്നാൽ അവർ ആ ടെൻറ്റിനടുത്ത് ചെല്ലുമ്പോൾ അവർ കണ്ടെത്തുന്ന കാഴ്ച വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ടെൻറ്റ് ഉള്ളിൽ നിന്ന് കീറിയ നിലയിലാണ്. അതായത് ഉള്ളിൽ നിന്ന് ആരോ ടെൻറ്റ് കീറി പുറത്തേക്ക് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ടെൻറ്റ് കാണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ടെൻറ്റിന് സമീപത്തായിട്ട് അവരുടെ എല്ലാവിധ എക്യുപ്മെൻസും, അവരുടെ ഷൂസ്, അവരുടെ ഗിയേഴ്സ് എല്ലാം യാതൊരു വിധത്തിൽ ഉപയോഗിക്കാത്ത രീതിയിൽ അവിടെ വെച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ടെൻറ്റ് കീറിക്കൊണ്ട് അതിലുണ്ടായിരുന്നവർ പുറത്തേക്ക് പോയിരിക്കുന്നത് നഗ്നപാതരായിട്ടാണ്. അവിടെ ഇരുന്നിരുന്ന യാതൊരു ഗിയേഴ്സോ മഞ്ഞിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങളോ സോക്സോ ഷൂസ് ഒന്നും അവർ ധരിച്ചിരുന്നില്ല. -10 ഡിഗ്രി സെൽഷ്യസോളം തണുപ്പുള്ള, 65 km/h വിൻഡ് അടിക്കുന്ന, കാറ്റടിക്കുന്ന അത്ര കൊടും സാഹചര്യത്തിൽ ഇവർ എന്തുകൊണ്ടായിരിക്കും തങ്ങളുടെ ഗിയേഴ്സ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ ആ ടെൻറ്റ് കീറി പുറത്തേക്ക് കിടന്നത്? തുടർന്ന് സെർച്ച് പാർട്ടി ഇവരെവിടെയാകുമെന്ന് കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഏകദേശം ടെൻറ്റിൽ നിന്ന് 100 അടി അകലത്തിൽ ഒരു മരം അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ആ മരത്തിന് കീഴെ 2 മൃതദേഹങ്ങളും. മൃതദേഹങ്ങളെല്ലാം
കത്തിക്കരിഞ്ഞ നിലയിലാണ് ആ രണ്ട് മൃതദേഹങ്ങളും കാണപ്പെടുവാനായിട്ട് സാധിച്ചത്. മാത്രമല്ല വിവസ്ത്രരായിട്ടായിരുന്നു ആ മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. അതിലൊരു മൃതദേഹത്തെ പരിശോധിച്ചപ്പോൾ ആ മൃതദേഹത്തിൻ്റെ വായ്ക്കുള്ളിൽ ആ വ്യക്തിയുടെ കൈയുടെ മാംസഭാഗം കടിച്ചു പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ മൃതദേഹങ്ങൾ അവിടെ കിടന്നിരുന്നത്. മാത്രമല്ല അവർ കിടന്നിരുന്ന ആ മരത്തിൻ്റെ ചില്ലകളിൽ അവരുടെ ശരീരത്തിലെ വസ്ത്രങ്ങളുടെയും തൊലിയുടെയും എല്ലാം ഭാഗങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടും കാണുവാനായിട്ട് സാധിച്ചു. പിന്നീട് അവിടുന്ന് ആ സെർച്ച് പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ബാക്കിയുള്ള മൃതദേഹങ്ങളെ കണ്ടെത്തുവാനുള്ള തെരച്ചിൽ തുടരുകയാണ്. പിന്നീട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നും 100 അടി അകലെയായിട്ട് ബാക്കി 3 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ്. തലയോട്ടി ചിന്നിച്ചെതിറിയ രീതിയിൽ മഞ്ഞിൽ തണുത്തു ഉറഞ്ഞ് മരിച്ച നിലയിലാണ് ആ മൃതദേഹങ്ങൾ കിടക്കുന്നത്. ഈ 3 മൃതദേഹങ്ങളും ടെന്റിലേക്കുള്ള ഡയറക്ഷനിലാണ് അവ കിടന്നിരുന്നത്. അതായത് ടെന്റിലേക്ക് അവർ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും അവർ കൊല്ലപ്പെട്ടതാകാം. എന്നാൽ ആശ്ചര്യമെന്ന് പറയട്ടെ, ബാക്കി 4 പേരുടെ മൃതദേഹങ്ങൾ എവിടെ പോയെന്നുള്ളത് ആർക്കും കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നാമത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. വളരെ മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. 65 km/h വീശിയടിക്കുന്ന കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ഈ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുവാനാകാൻ സാധിക്കാതെ തങ്ങളുടെ തെരച്ചിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവസാനിപ്പിക്കുകയാണ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മാൻസി ഹണ്ടർ തൻ്റെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ആ മലനിരകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ മഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു ഷെൽട്ടറിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. ഈ ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഗ്ലു പോലുള്ള, അതായത് മഞ്ഞിനിടയിൽ തുരന്ന് അവിടെ പ്രത്യേക തരത്തിലുള്ള വാസസ്ഥലം ഒരുക്കുന്ന ഒരു തരത്തിലുള്ള ഷെൽട്ടറാണിത്. അങ്ങനെയുള്ള ആ ഷെൽട്ടർ കണ്ടെത്തുമ്പോൾ അയാൾ വീണ്ടും അധികൃതരെ വിവരമറിയിക്കുന്നു. ഒരുപക്ഷെ 4 പേരുടെയും സാന്നിധ്യം ഇവിടെ കണ്ടെത്തുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും സെർച്ച് പാർട്ടി സെർച്ചിങ്ങിനുമായിട്ട് ഇറങ്ങുകയാണ്. തുടർന്ന് അവർ നടത്തുന്ന പരിശോധനയിൽ ആ അവശിഷ്ടങ്ങൾക്ക് ഇടയിലായിട്ട് ഏകദേശം 10 അടി താഴ്ചയോളം ആഴത്തിൽ മഞ്ഞിനിടയിൽ ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ അവർ കണ്ടെത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ മൃതദേഹങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നത് നേരത്തെ കണ്ട 2 മൃതദേഹങ്ങളുടെ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളാണ്. അതായത് ആ മരത്തിന് താഴെ കിടന്നിരുന്ന ആളുകളുടെ വസ്ത്രങ്ങൾ, അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇവരുടെ ശരീരത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല ആ കണ്ടെത്തിയവരിലും റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതും വിചിത്രമായിരുന്നു. ഇങ്ങനെ കണ്ടെത്തിയ എല്ലാ മൃതദേഹങ്ങളും ഒന്നില്ലെങ്കിൽ ശരീരം കത്തിക്കരിഞ്ഞോ, അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മാരകമായിട്ടുള്ള മുറിവുകളേറ്റോ, തലയോട്ടി പിളർന്നോ, ശരീരത്തിലെ എല്ലുകൾ മുറിഞ്ഞോ ഒക്കെയാണ് കാണപ്പെട്ടത്. അതിൽ തന്നെ 3 മൃതദേഹങ്ങളിലെ ചുണ്ട്, അതുപോലെ തന്നെ നാക്ക്, അതുപോലെ തന്നെ ശരീരത്തിലെ പല ഭാഗങ്ങളും മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളതാണ് വിചിത്രം. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും ഇത്ര ആരോഗ്യമുള്ള, ഇത്ര വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള ഈ ഹൈക്കേഴ്സ് ഒരു രാത്രിയിൽ അവരുടെ ടെന്റ് കീറി പുറത്തു കിടന്നുകൊണ്ട് നഗ്നപാതരായിട്ട് ആ തണുപ്പിൻ്റെ കഠിനമേറിയ ആ അന്തരീക്ഷത്തിലൂടെ അവർ ഓടിപ്പോയേണ്ടി വന്നത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള തിയറികളുമായിട്ടാണ് അന്ന് ഗവേഷകർ മുമ്പോട്ട് വന്നത്. പക്ഷെ 3ഉം വിശ്വസനീയമെന്ന് തോന്നുന്നതോ തോന്നിപ്പിക്കുവാൻ സാധിക്കാത്തതോ ആയിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന 3 തിയറികളായിരുന്നു. ഒന്നാമതായിട്ട് ഒരു വ്യക്തി പറഞ്ഞത്, ഒരു ഗവേഷകൻ പറഞ്ഞത്, ഈ 2 മൃതദേഹങ്ങളും കിടന്നിരുന്ന ആ മരം ഓൾമോസ്റ്റ് കത്തിക്കരിഞ്ഞൊരു നിലയിലാണ്. അതിൽ ബേൺസ് മാർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല മൃതദേഹങ്ങളിലും ബേൺസ് മാർക്കുകളുണ്ട്, അതായത് കത്തിയതിൻ്റെ അടയാളങ്ങളുണ്ട്. അതായത് അന്യഗ്രഹ ജീവികളോ ആരോ ഇവർക്കെതിരെ വളരെ കഠിനമായിട്ടുള്ളൊരു ഹീറ്റ് റേഡിയേഷൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അയാൾ വിലയിരുത്തുന്നു. മാത്രമല്ല അന്ന് താഴ്വരയിൽ താമസിച്ചിരുന്ന മാൻസി ട്രൈബ്സിലെ വില്ലേജസ് ആ രാത്രിയിൽ ആ പർവ്വതത്തിന് മുകളിൽ ഫയർ ഗോൾസ്, അതായത് തീയുടെ ഗോളങ്ങൾ പോലെ പലതും കണ്ടു എന്നുള്ളത് അവർ അന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഇതെല്ലാം കൂട്ടി വായിച്ചപ്പോൾ ആ പർവ്വതത്തിൽ ഏലിയൻസ് വന്നിട്ടുണ്ടാകാം. അവരുമായിട്ടുള്ള പെട്ടെന്നുള്ള സംഘടനത്തിനിടയിൽ അവരിൽ നിന്ന് ഏറ്റ ഒരു തീവ്രമായ റേഡിയേഷൻ മൂലമായിരിക്കാം ഇവർ മരണപ്പെട്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. പിന്നീട് ഉയർന്നു കേട്ടത് മറ്റൊരു തിയറിയാണ്, യതി എന്നറിയപ്പെടുന്ന മഞ്ഞു മനുഷ്യനെക്കുറിച്ച്. ഭീമാകരമായിട്ടുള്ള മോൺസ്റ്ററിൻ്റെ രൂപമുള്ള, മഞ്ഞിൽ മാത്രം താമസിക്കുന്ന, ഹിമാലയ സാനുക്കളിലെല്ലാം കണ്ടുവരുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കപ്പെടുന്ന യതി എന്നുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ യതി എന്ന മോൺസ്റ്റർ ഇവരെ ആക്രമിച്ചതാകാം. അതുകൊണ്ടായിരിക്കാം ശരീരത്തിലെ പല ഭാഗങ്ങളും മിസ്സിംഗ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ അയാൾ വിശദീകരിക്കേണ്ടായി. എന്നാൽ എന്തുകൊണ്ടാണ് ഈ റേഡിയേഷൻ വന്നത്, എന്തുകൊണ്ടാണ് ഈ ബേൺസ് മാർക്ക് വന്നതെന്നുള്ളതും സാധൂകരിക്കാനായിട്ട് ഈ വാദത്തിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള അമേരിക്കൻ ഗവേഷകർ മുമ്പോട്ട് വന്നത് വ്യത്യസ്തമായ മറ്റൊരു തിയറിയുമായിട്ടാണ്. സെമിയോൺ സൊളാരിറ്റിസ് എന്നുള്ളൊരു ഏജന്റിനെ ലാസ്റ്റ് നിമിഷം ഈ സ്റ്റുഡൻസിൻ്റെ ഒപ്പം അയക്കുന്നതായിട്ട് ഞാൻ മുൻപേ പറഞ്ഞു.
സാധാരണയായി പുറപ്പെട്ടു പോകേണ്ടിയിരുന്ന ആ 8 അംഗ സംഘത്തിലെ സ്റ്റുഡൻസിൻ്റെ ഒപ്പം വളരെ അസ്വാഭാവികമായിട്ടാണ് ഇയാളെ തിരികെ കയറ്റുന്നത്. മാത്രമല്ല ഇയാളൊരു എക്സ് മിലിറ്ററി ഓഫീഷ്യലാണ്. മാത്രമല്ല റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ KGBക്ക് ഇയാൾക്കുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റഷ്യയുടെ ഏതോ വ്യത്യസ്തമായിട്ടുള്ള ഒരു മിലിറ്ററി വെപ്പൺ, ഒരു സീക്രട്ട് മിലിറ്ററി വെപ്പന്റെ ടെസ്റ്റിംഗ് അവിടെ നടന്നിരുന്നുവെന്നും അല്ലെങ്കിൽ ഒരു മിസൈൽ പോലുള്ള ഒരു സംവിധാനത്തിന്റെ ടെസ്റ്റിംഗ് അവിടെ നടന്നുവെന്നും അതിൻ്റെ ഇടയിൽ എന്തോ തകരാർ സംഭവിച്ചുകൊണ്ട് സംതിങ് വെൻ റോങ്, എന്തോ തകരാർ സംഭവിച്ചുകൊണ്ട് അവിടെ സ്ഫോടനമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എന്തോ സംഭവമോ ഉണ്ടായിക്കൊണ്ട് ആ ടെസ്റ്റിംഗ് പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ടുണ്ടായ പ്രത്യാഘാതങ്ങളാണെന്നുള്ളതും അമേരിക്കക്കാർ അവകാശപ്പെടുകയുണ്ടായി. മാത്രമല്ല ഇവരെ അനുഗമിക്കുന്ന മറ്റൊരു സംഘം അല്ലെങ്കിൽ ഇവരെ വളരെ സീക്രട്ടായിട്ട് മറ്റൊരു KGB സംഘം പിന്തുടർന്നുവെന്നും ഇവരുടെ ടെസ്റ്റിംഗ് പരാജയപ്പെട്ടതുകൊണ്ട് ലോകം പുറമെ ഇവരെക്കുറിച്ച് അറിയാതിരിക്കുവാനായിട്ട് ഈ ഒരു ടെസ്റ്റിങ്ങിനെ കുറിച്ച് അറിയാതിരിക്കുവാനായിട്ട് അവരെ എല്ലാം വ്യത്യസ്ത രീതിയിൽ വകവരുത്തിയതായിരിക്കാമെന്നുള്ളൊരു തിയറിയായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ 3 തിയറികളും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നില്ല. കുറേയൊക്കെ കാര്യങ്ങൾ അതുമായിട്ട് നമുക്ക് ഒത്തുപോകുമെങ്കിലും പലതിനും എക്സ്പ്ലനേഷൻ നൽകുവാനായിട്ട് ഈ തിയറികൾക്ക് സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട് ചിലർ വ്യവസ്ഥരായിട്ട് കിടക്കുന്നു, എന്തുകൊണ്ട് ചിലർക്ക് വസ്ത്രമുണ്ട്, എന്തുകൊണ്ട് ചിലരുടെ ശരീരത്തിൽ റേഡിയോ ആക്ടിവിറ്റി കാണപ്പെടുന്നു, എന്തുകൊണ്ട് ചിലർ തല പൊട്ടി തകർന്നുള്ള രീതിയിൽ മരണപ്പെടുമ്പോൾ മറ്റുള്ള ചിലർ കരിഞ്ഞ് കത്തിയ നിലയിൽ മരണപ്പെടുന്നു. മൊത്തത്തിൽ വൈരുദ്ധ്യപരമായിട്ടുള്ള കോൺട്രഡിക്റ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇതിനൊക്കെയും പിന്നെയും കുറച്ചും കൂടി സാധൂകരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ നൽകിയത് 2019 2019 ആൻഡ്രിയ കുര്യാക്കോവ് എന്ന് പറഞ്ഞൊരു പ്രോസിക്യൂട്ടർ ഒരു തിയറിയുമായിട്ട് മുന്നോട്ട് വരികയുണ്ടായി. താനും തൻ്റെ കൊളീഗ്സും നടത്തിയ വ്യത്യസ്തപരമായിട്ടുള്ള അന്വേഷണത്തിൽ, പ്രത്യേകിച്ച് ആ സ്ഥലത്തിൽ നിന്ന് ലഭിച്ച ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ടെന്റ് കിടന്നിരുന്നു എന്ന് പറയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തിയിരുന്ന സ്ഥലത്തല്ലായിരുന്നു യഥാർത്ഥത്തിൽ ആ ടെന്റ് ഉണ്ടായിരുന്നത്. ആ ടെന്റ് നിലനിന്നിരുന്നത് ആ പർവ്വതത്തിന്റെ വളരെ സ്ലീപ്പായിട്ടുള്ള ചെങ്കുത്തായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അവർ ടെന്റ് സ്ഥാപിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ തിയറി. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. അന്ന് ഏകദേശം 65 km/h വേഗത്തിൽ വിൻഡ് വീശിയിരുന്നു. അത്ര ശക്തമായ വിൻഡിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്, ആ കാറ്റിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഒരുപക്ഷെ ഇവർ അവരുടെ ടെന്റ് വളരെ സ്ലീപ്പായിട്ടുള്ള ചെങ്കുത്തായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവരുടെ ഈ തീരുമാനമാണ് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് അവരെ നയിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം ആ രാത്രിയിൽ -10°C വരെ തണുപ്പുണ്ടായിരുന്നതുകൊണ്ടും ഇത്രമേൽ വലിയ കാറ്റ് വീശുന്നതുകൊണ്ടും ആ പർവ്വതത്തിലെ ആ ചെരുവിന് മുകളിലായിട്ട് മഞ്ഞുകട്ടകളുടെ ഒരു ഡിപ്പോസിഷൻ രൂപപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറി. അങ്ങനെ ആ ഡിപ്പോസിഷൻ രൂപപ്പെട്ട് ഒരു പരിധിയിൽ കൂടുതലായപ്പോൾ അത് ഈ കൂടാരത്തിന് മുകളിലേക്ക് മറഞ്ഞു വീഴുകയാണ് ഉണ്ടാകുന്നത്. രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഇവരുടെ മുകളിലേക്ക് ഈ മഞ്ഞ് കട്ടകൾ, വളരെ ടൺ കണക്കിന് ഭാരമുള്ള മഞ്ഞ് കട്ടകൾ വന്ന് വീഴുമ്പോൾ അത് പലരുടെയും തലയിലേക്ക് തെറിക്കുന്നു, പലരുടെയും ശരീരത്തിലേക്ക് വന്ന് വീഴുന്നതിന് ഫലമായിട്ട് തലയും ശരീരഭാഗങ്ങളുമെല്ലാം ചിന്നിച്ചിതറുന്നു, അല്ലെങ്കിൽ പലർക്കും ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റുന്നു. എന്നാൽ ഇതെന്തോ അവലാഞ്ചാണ് അല്ലെങ്കിൽ കനത്തമായ ഒരു മഞ്ഞ് വീഴ്ചയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെല്ലാവരും തങ്ങളുടെ ഗിയറുകൾ പോലും എടുക്കാതെ, തങ്ങളൊരു ഷൂവോ സോക്സ് ഒന്നും ധരിക്കാതെ അവർ ഇട്ടിരുന്ന ഡ്രസ്സുമായിട്ട് ആ ഉള്ളിൽ നിന്ന്, ടെന്റിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിവെച്ച് കീറി പുറത്തേക്ക് ഓടിപ്പോയതായിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായിട്ട് അവർ ആ രാത്രിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആ ടെന്റിൽ നിന്ന് കീറി പുറത്തേക്ക് ഇവർ വ്യത്യസ്ത രീതിയിലെല്ലാം ഓടി താഴെ കാണുന്ന ആ മര ചോട്ടിലേക്ക് സംഗമിക്കുകയാണ്. അതിനിടയിൽ പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, പലർക്കും ഗുരുതരമായിട്ടുള്ള ബോൺസ് ഫ്രാക്ചേഴ്സുകളെല്ലാം അവരുടെ ശരീരത്തിലുണ്ടായിട്ടുണ്ട്. ആ മരച്ചോട്ടിൽ ഇരുന്നുകൊണ്ട് അവർ തീ കത്തിച്ചതിൻ്റെ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പറയുകയുണ്ടായി. അവിടെ നിന്നുകൊണ്ട് അവർ തീ കത്തിച്ച് തീ കാഞ്ഞുകൊണ്ട് ഈ കഠിനമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാനും പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. അതിൻ്റെ ഫലമായിട്ടാകാം കൂടുതൽ ഉണങ്ങിയ കമ്പുകൾ ശേഖരിക്കുവാനായിട്ട് ആരെങ്കിലും ഒരാൾ അതിനുള്ളിൽ മേളിൽ കയറിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ആ മരത്തിൽ കയറിയവരുടെ ശരീരഭാഗങ്ങളോ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഭാഗങ്ങളുമായിരിക്കാം ആ മരച്ചില്ലയിൽ കണ്ട സ്കിന്നിൻ്റെ അവശിഷ്ടങ്ങളും ഡ്രസ്സിൻ്റെ അവശിഷ്ടങ്ങളുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. അങ്ങനെ അവർ അവിടെ നിന്ന് തീ കൂട്ടുകയാണ്. പലരും പരിക്കേറ്റവരായിട്ട് അവിടെ കിടക്കുന്നു. അതിൽ തന്നെ 2 പേർ അവർക്ക് പെട്ടെന്ന് ഗുരുതരമായി പരിക്ക് വന്നതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അങ്ങനെ 2 പേർ മരണപ്പെട്ടപ്പോൾ ഈ കൊടും തണുപ്പിൽ മറ്റുള്ളവർ തങ്ങളുടെ സർവൈവലിന് വേണ്ടിയിട്ട്, തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വസ്ത്രങ്ങൾ മുറിച്ചു മാറ്റി തങ്ങളുടെ ശരീരത്തോട് ചേർത്ത് വെക്കുകയാണ്, എങ്ങനെയെങ്കിലും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്. അങ്ങനെയെങ്കിൽ ഈ കത്തിക്കരിഞ്ഞ നിലയിൽ എങ്ങനെയായിരിക്കാം ഈ 2 ശരീരങ്ങൾ കണ്ടെത്തിയത്? അതിന് അദ്ദേഹം പറയുന്ന തിയറി എന്ന് പറയുന്നത്, ഒരുപക്ഷെ കഠിനമായിട്ടുള്ള തണുപ്പ് കാരണം കൂടുതൽ ചൂടിനായിട്ട് തീക്കടുത്തേക്ക് കൂടുതൽ ആഞ്ഞപ്പോൾ കാൽ തെറ്റി വീണതാകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏറ്റിട്ടുള്ള ബേൺസ് ആകാം അവരുടെ ശരീരത്തിലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ബാക്കിയുള്ളവർ വീണ്ടും മുന്നോട്ട് അവിടെ നിന്ന് പോകുന്നു, എങ്ങനെയെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തുവാനായിട്ട്. അതിൽ തന്നെ 4 പേർ ഒരു സൈഡിലേക്കും ബാക്കി 3 പേർ മറ്റൊരു സൈഡിലേക്കും വ്യത്യസ്ത സംഘങ്ങളായിട്ട് തിരിയുന്നു. എന്തുകൊണ്ടാണ് അവർ തിരിഞ്ഞതെന്നുള്ളത് അജ്ഞാതമാണ്. പക്ഷേ ഈ 4 പേർ വളരെ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കാം. അവരെ സംബന്ധിച്ച്
ഇന്നൊരു ഷെൽട്ടർ മഞ്ഞിൻ്റെ ഇടയിൽ ഡിഗ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, കുഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അന്റാർട്ടിക്കയിലെല്ലാം കാണുന്ന ഇഗ്ലു പോലുള്ള മഞ്ഞു ഗുഹകളിൽ താമസിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ആ 4 പേർ വ്യത്യസ്തമായ ഡയറക്ഷനിലേക്ക് പോകുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ 3 പേർ ഒരുപക്ഷെ തിരിച്ചു പോകുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. ആ പോകുന്ന സമയത്ത് രാത്രിയിലെ ഈ കഠിനമായ ആ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാതെ 3 പേരും വ്യത്യസ്ത നിലയിൽ അവിടെയെല്ലാം വീണ് മരണപ്പെട്ടതായിരിക്കാം 3 മൃതദേഹങ്ങൾ വ്യത്യസ്ത നിലയിൽ അവിടെ കിടക്കുന്നതിന് കാരണം. അതിനുശേഷം ഈ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ ഞാൻ പറഞ്ഞു അത് 10 അടി താഴ്ചയോളം മഞ്ഞിനടിയിലാണ്. അതെങ്ങനെ സംഭവിച്ചു? അതിനും എക്സ്പ്ലനേഷനായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഡിഗ് ചെയ്തുകൊണ്ടിരുന്ന ആ മഞ്ഞു ഗുഹയുടെ അടിയിൽ കൂടി ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. എത്ര തണുപ്പുള്ള സമയത്തും ഉറഞ്ഞു പോകാത്ത ആ നദി അതിലൂടെ ഒഴുകുമ്പോൾ ഇവർ ഡിഗ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇവരെല്ലാം വീണതാകാം. അതിനുശേഷം മഞ്ഞ് വന്നവരെ വന്ന് മൂടിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അപ്പോഴും അജ്ഞാതമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവരുടെ എല്ലാം ശരീരത്തിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എങ്ങനെയാണ് ഇവരുടെ ശരീരത്തിൽ ഡിറ്റക്ട് ചെയ്യുന്നത്? അവിടെയാണ് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം അവർ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുന്നത്. ഈ മരിച്ച 9 പേരിൽ 2 പേർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ആക്സിഡൻ്റ് ആയിട്ടുള്ള മയാക് ന്യൂക്ലിയർ ആക്സിഡൻറ്റിൻ്റെ ഇരകളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതായത് മയാക് എന്നുള്ളൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും 3ാമത്തെ വലിയ ന്യൂക്ലിയർ അപകടം നടന്ന സ്ഥലമാണിത്. അതിൽ ഒരു വ്യക്തി ഈ ന്യൂക്ലിയർ പ്ലാന്റിൽ ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. മാത്രമല്ല അന്ന് അവിടെ നടന്ന സംഭവത്തിൽ ക്ലീനിങ് ഏജൻ്റായിട്ട് അല്ലെങ്കിൽ ക്ലീനിങ് ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ആ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പൊട്ടിത്തെറിച്ച ആ മേഖലകളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കാം അവരുടെ ശരീരങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ന്യൂക്ലിയർ റേഡിയോ ആക്ടിവിറ്റിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട 2 പേരും, കത്തിക്കരിഞ്ഞ നിലയിൽ കൊല്ലപ്പെട്ട 2 പേരും ഈ വ്യക്തികൾ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത വസ്ത്രങ്ങൾ മറ്റുള്ള ആളുകളും ധരിച്ചപ്പോൾ അവരുടെ ശരീരത്തിലും റേഡിയോ ആക്ടിവിറ്റിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടാകാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അനുമാനവും പോലും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒന്നായിരുന്നില്ല. പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരേ ദിശയിൽ പോയിരുന്ന 9 പേർ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ മരിച്ചു കിടക്കുന്നു? എല്ലാം അനുമാനങ്ങൾ മാത്രമാണെങ്കിലും യഥാർത്ഥത്തിൽ കുറച്ചും കൂടി ഇതിനെ സാധൂകരിക്കുന്ന വിശ്വസനീയമായിട്ടുള്ള ഒരു അനുമാനം ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു എന്നുള്ളതാണോ നമുക്ക് അനുമാനിക്കുവാൻ സാധിക്കുക. എന്തായാലും ഈഗോർ ഡൈബട്ടോവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി സ്പോൺസർ ചെയ്ത ഈ എക്സ്പെഡിഷൻ ട്രിപ്പിൻ്റെ അവസാനം എന്ന് പറയുന്നത് മഹാതരത്തിലുള്ളൊരു ദുരന്തമായിരുന്നു. ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത, ഉത്തരങ്ങൾ നൽകപ്പെടാത്ത ഒരു വലിയ ദുരന്തം. റഷ്യയുടെ ചരിത്രത്തിൽ തന്നെ കണ്ടെത്തുവാൻ സാധിക്കാത്ത, യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടെത്തുവാൻ സാധിക്കാത്ത അപൂർവം സംഭവങ്ങളൊന്നായിട്ട് ഡൈബറ്റോസ് ആക്സിഡന്റ് മാറ്റപ്പെട്ടിരിക്കുന്നു. ഇനിയും ചരിത്രത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള അൺടോൾഡ് ആയിട്ടുള്ള സ്റ്റോറീസുകൾ കേൾക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് റെഗുലറായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.